എനിക്ക് ഭയങ്കര പേടിയായി. ആന വന്ന ഓടാൻ പോലും പറ്റിയല്ല. ആന കുഞ്ഞുങ്ങളും തള്ളമാരും എല്ലാം കൂടിയാ വരുന്നത്. ഇപ്പൊ ആന ഇതിന്റെ മേളിലുണ്ട്. ആ പറമ്പുകാരാ പറമ്പ് തെളിക്കുവാട്ടെ, അല്ലെ ആ കാട് വെട്ടി തെളിക്കുവോ, ആ ചക്ക പറിച്ചു കളയുവോ ചെയ്യൂല. ഈ വയസ്സായ അമ്മേനെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഡിഷ് എടുത്തിട്ട് മുറുക്ക കൊട്ടി കഴിഞ്ഞപ്പോ ഇത് 4 വശത്തേക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും അവിടെ കയറി കടന്നു. 4 മണിയായപ്പോ മുളയ്ക്കശാലി എന്നെ വിളിച്ചു പറയുന്നു, ബാബു ആനയാണ് നിന്റെ പറമ്പിൽ, അതാ താഴേക്കുള്ള വാഴ മുഴുവനും കളയുന്നുണ്ട്. നമസ്കാരം. വന്യമൃഗശല്യവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആൾക്കാർ കൊല്ലപ്പെടുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതും അതുമായി വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നൂറ് പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് പത്രങ്ങളിലൂടെയും ടി വി കൂടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി നശിക്കുകയും അതിനുശേഷം ആ ഒരു കൃഷിയുടെ ആ ഉണ്ടായ നാശത്തിനൊന്നും നഷ്ടപരിഹാരം കൃത്യമായിട്ട് ഇരുന്നതിൽ മൂലം 2 വർഷമായിട്ട് അതിൻ്റെ പുറകെ നടന്ന് ഒരു ഫലവുമില്ലാതെ വന്നിട്ട് അവസാനം ഗതികെട്ട് ഒരു കർഷകൻ ഇന്നലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആ ഒരു കർഷകൻ്റെ വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചന്ദനക്കാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഷിമോഗ എന്ന് പറയുന്നൊരു കോളനിയുണ്ട്. ആ ഒരു കോളനിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീട്ടിലുള്ള ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം. അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം കേട്ടോ. ബാബു എന്ന പേര് ഉള്ള ഒരു കർഷകനാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അമ്മയും മാത്രമായിരുന്നു ഈ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്ത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് തന്നെ നമുക്കിതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് അമ്മിണി. ചേച്ചിയുടെ ആരാണ് ഈ മരിച്ച ബാബു എന്ന് പറയുന്നത്? എന്റെ സഹോദരനാണ്. ഇത് അമ്മയായിരിക്കും അല്ലേ? ഇത് ഞങ്ങളുടെ അമ്മയാണ്. എന്താണ് ശരിക്കും ചേച്ചി സംഭവം? കഴിഞ്ഞ ആഴ്ച ഇവിടെ ആന വന്നിരുന്നു. ഈ ആന വന്ന് അപ്പം അമ്മ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ താഴത്തെ മുളയ്ക്കലെ അവർ വന്ന് പറഞ്ഞു, പിന്നെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കല്, ആന ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം ബാബു പണിക്ക് പോയേക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ബാബു ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി അമ്മേനെ ഒരാഴ്ചത്തിന് കൊണ്ടുപോകാവോ, ഇവിടെ ആന ഇങ്ങനെ വന്നിട്ടുണ്ട്, എനിക്ക് റബ്ബർ വെട്ടാനൊക്കെ പോകണം എന്ന് പറഞ്ഞ് അമ്മേനെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയി. ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ാണ് ഇവൻ മരിക്കുന്നത്. ഇവൻ ഈ പെരക്കകത്ത് കയറി ആത്മഹത്യ ചെയ്തു. ഇവനോട് ഇവനെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, കടം 2 ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലം ബാങ്കിൽ ഇരിക്കുവാണ്. പിന്നെ ആന വന്ന് ഇവൻ ചെയ്ത കൃഷി അത്രയും നശിപ്പിച്ചു. ജീവിക്കാൻ അവനും അമ്മയ്ക്കും ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഇനി എന്നാ ചെയ്യുന്നത്? ഞാനും അമ്മയെ പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ അമ്മേനെയും കൊണ്ട് പഞ്ചായത്തിൻ്റെ മുന്നിൽ പോയിട്ട് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യും. അത് അമ്മേനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ അമ്മേനെ ഞങ്ങളുടെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് ഇവൻ തന്നെ ഈ ആത്മഹത്യ ചെയ്തത്. ഇവർക്ക് കടം കയറിയിട്ട് ഇവർക്ക് നല്ല കടമുണ്ട്. ഇവർ കൃഷി ചെയ്യുന്ന മുഴുവൻ ആന ഒരു 28 പ്രാവശ്യമെങ്കിലും ഈ പറമ്പിൽ വന്നിട്ടുണ്ട്. ഒരു പഞ്ചായത്തുകാരും ഇവരെ ഒന്ന് സഹായിക്കുമെന്ന കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവരെ പഞ്ചായത്തുകാർ വന്ന് ഈ കൃഷി കളഞ്ഞത് മൊത്തം കണ്ടിട്ട് ഒരു 10 പൈസയുടെ സഹായം ഈ കുടുംബത്തിന് നൽകിയിട്ടില്ല. അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും മൊത്തം നമ്മുടെ അടുത്തുണ്ട്. ഇവര് ആ സംഭവം നടന്നിട്ട് എത്ര നാളായി? ഒരു 6 മാസം. അന്ന് ഒരുപാട് വാഴ പഞ്ചായത്ത് കൃഷി, തെങ്ങ്, കായ്ക്കാറായ തെങ്ങ്, വാഴ ഇതെല്ലാം കളഞ്ഞിട്ട് ഇവർ 2 ആളും താമസിക്കുന്ന, ഇവൻ കൂലിപ്പണി എടുത്തുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഇവർക്ക് കഴിക്കാനുള്ളൂ. ഇത്രയും പ്രായമായ ഒരമ്മ താമസിക്കുന്ന വീടാണിത്. ഇവരാരും നമ്മളെ ഒരിക്കലും സഹായിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ ഇപ്പോൾ ഒരു മെമ്പർ വന്നപ്പം പറയാം, അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ളവർ മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടതെന്ന്. ഒരു മെമ്പർ അങ്ങനെ പറയാവോ? ലോകത്തിലുള്ളവർ മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്നു ബാബു. അവൻ പോയി. ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് എന്നാ കാര്യം? ഞങ്ങളുടെ അമ്മയ്ക്ക് ആരും ഇല്ലാണ്ടായി. പിന്നെ അവന് 2 മക്കളുണ്ട്, അവർക്കും അപ്പനില്ലാണ്ടായി. അവന്റെ ഭാര്യയ്ക്ക് ഭർത്താവില്ലാണ്ടായി. ഇവര് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നു. ഈ അമ്മേനെ ഇട്ടേച്ച് ഈ ആനശല്യമുള്ള കാട്ടിൽ ഈ അമ്മേനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇവർക്ക് പണിക്ക് പോകാൻ പറ്റുമോ? അവന്റെ ഭാര്യ പണിക്ക് പോയിട്ട് വന്നാലേ ഈ കുടുംബം ഇവിടെ ചെലവ് കഴിയുള്ളൂ. കൂലിപ്പണിക്ക് പോയാൽ ഇത്രയല്ലേ കിട്ടുള്ളൂ. അങ്ങനെ വളരെ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് ഈ കടം എങ്ങനെയെങ്കിലും, ഈ 2 ലക്ഷം രൂപ ബാങ്കിൽ അടച്ച ഈ കടം എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ഈ വീടിന്റെ
ആധാരം എടുത്തു തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നെന്ന് പറയുന്ന ഇവിടെ ആന വരുമോ? ഇവിടെ ഒരാഴ്ചയിൽ ഇനി മഴയായ സ്ഥിരം ഇവിടെ ആനയാണ്. ആണല്ലേ? കാട് പിടിച്ച് ചക്കയായിട്ട് പ്ലാവിലെല്ലാം ചക്കയായിട്ട് കിടക്കുക. ഇപ്പൊ ആന ഇതിന്റെ മേളിലുണ്ട്. ആ പറമ്പുകാർ ആ പറമ്പ് തെളിക്കുവാട്ടെ, അല്ലെ ആ കാട് വെട്ടി തെളിക്കുവോ, ആ ചക്ക പറിച്ച് കളയുവോ ചെയ്യൂല. ആരും ഒന്നും ചെയ്യുന്നില്ല. ഇവര് മാത്രം ഇതിന് മേളിൽ താമസിച്ചവരെല്ലാരും ജീവനെ പേടിച്ച് ഇറങ്ങിപ്പോയി, ഇട്ടേച്ച് പോയി. ആ പറമ്പെല്ലാം കാടായി. ഇനിയിപ്പൊ ഇവിടെ ഞങ്ങളുടെ ഈ വീടും മേളിൽ ഒരു വീടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ പോകാൻ ഞങ്ങൾക്കൊരു മാർഗവും ഇല്ല. ഞങ്ങൾക്ക് ടൗണിൽ പോയിട്ട് ഒരു 5 സെന്റ് സ്ഥലം മേടിക്കണമെങ്കിൽ ഒരു മാർഗവും ഇല്ല. ഈ വയസ്സായ അമ്മേനെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? പിന്നെ ഭരിക്കുന്ന സർക്കാരോ ആരെങ്കിലും ഇതിനൊരു ഉത്തരം തരട്ടെ. ഈ അമ്മേനെയും കൂടി ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നുള്ളത്. ഏതായാലും ഞങ്ങൾക്ക് ഇപ്പൊ അവനെ ഈ അമ്മേനെയും കൂടി പഞ്ചായത്തിന് മുന്നിൽ പോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കൂ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അമ്മേനെ ഞങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയത്. അവൻ ഈ വീടിനകത്ത് തന്നെ അവൻ ഇങ്ങനത്തെ പണി ചെയ്തു. ഇനി നമുക്ക് ആ മരിച്ച ചേട്ടൻ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരുടെയും മറ്റുമൊക്കെ ഈ ഒരു പറമ്പിൽ നശിച്ചു പോയ വാഴയും ഒക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. അത് ഇച്ചിരി പഴയതാണ്. ആ ഒരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. ആന ഇറങ്ങിയാലെന്നും പറഞ്ഞു വലിയ പദ്ധതിയായിരുന്നു. ആന ഇറങ്ങിയാല ഞങ്ങൾ മുള്ളുവേലി ഇട്ടു, പേര് സാജി സേവർ ഇങ്ങനെ ആക്കിയെന്നും പറഞ്ഞ് വലിയ പാഠനം ചെയ്തു. സോളാവേലി ഇത് ഇവര് ആ 80 ലക്ഷം മുടക്കി എന്ന് പറഞ്ഞിട്ട് 55 ലക്ഷം അവര് ബുട്ടടിച്ചു. 15 ലക്ഷത്തിന് നാട്ടുകാരെ വെച്ച് പണിയെടുപ്പിച്ചിട്ട് ആനേനെ കയറ്റിവിടാണ്ട് ഇവിടെ ഇട്ടിട്ട് ഞങ്ങളുടെ മുഴുവനെ നശിപ്പിച്ചിട്ടില്ലേ? എന്നിട്ട് അവനെ ഒന്ന് വിളിച്ചിട്ട് അവനിവിടെ രാവിലെ ഇവിടെ എത്തിയോ? അവന് കണ്ണൂര് പോയിരിക്കുക പോലും വലിയ ആളെ കാണാൻ അടുത്ത പദ്ധതിയുടെ പുട്ടടിക്കാൻ. ഇത് സാധാരണക്കാരൻ കൂലിപ്പണി എടുത്തുണ്ടാകുന്ന അവന് പഞ്ചായത്തിൽ ഇരുന്നിട്ട് സർവത്ര ആൾക്കാരുടെയും കുട്ടടിച്ചു കഴിഞ്ഞിട്ട് ഇത് വരും. 50 രൂപ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവനോട് പറയും. കഴിഞ്ഞ 1000 വട്ടം അവനോട് ഞാൻ പറഞ്ഞു ആന ഇറങ്ങി ഇതെല്ലാം കളഞ്ഞപ്പോ ഈ ഫോറസ്റ്റും കാർഡും കൂടെ ഒന്ന് തെളിപ്പിക്കാൻ. എന്നിട്ട് അവൻ ഇരിക്കൂറിലെ MLA കൂട്ടി വന്ന് പള്ളിക്കല് അച്ഛനുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു. അന്ന് ഞാൻ കാര്യം പറഞ്ഞു, തെളിപ്പിക്കും എന്ന് പറഞ്ഞു. അവരുടെ പാർട്ടിക്കാരുടെ പറമ്പായോണ്ട് ഒരു പറമ്പ് അവർ തെളിപ്പിക്കുകയല്ല. ഇതിങ്ങനെ ഇത് ഇട്ടിട്ട് പോയെന്നെ ബന്ധു ഉദ്ഘാടനം അങ്ങനെ ഉണ്ട്. ഇവർ ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്തല്ലേ? അപ്പൊ ഇവർക്ക് ഇതിന്റെ കാര്യങ്ങളും ചെയ്തു തരണ്ടേ? ചെയ്തു തരാത്തവരെന്തിനു പഞ്ചായത്ത് ഭരിക്കുന്നെന്ന്? 80 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് പേപ്പറിലെല്ലാം പരസ്യം കൊടുത്തല്ലോ. ഈ 80 ലക്ഷം രൂപ മുടക്കിയിട്ട് എങ്ങനെ ഈ ആന ഇതിനുള്ളിൽ കയറിയത്? കഴിഞ്ഞ ആഴ്ചയെല്ലാം മാന്തോട്ടി പറയുന്നുണ്ട് മരം മുറിച്ചിട്ടെന്ന് കോൺഗ്രസ്സുകാര്. അതാ ഈ മാന്തോട്ടി പറഞ്ഞു തന്നെ. ഇനിയല്ല തെളിവ് എന്നോട് പറഞ്ഞ ആൾക്കാർ ഈ മാന്തോട്ടി ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും പറഞ്ഞതാ. എന്തെങ്കിലും തട്ടിയേട് കാണിച്ചിട്ട് അടുത്ത പാർട്ടിക്കാരുടെ തലയിലേക്ക് വെക്കുകയാണ്. 1:30 1:30 ഞാൻ മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങി. ഇപ്പൊ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ചവിട്ടുന്ന ഇത് കേട്ടു. വാഴ നല്ല ശക്തിയല്ല വലിച്ചു കീറുന്നു. അപ്പൊ ഞാൻ അവിടെ കയറിയിട്ട് എന്താക്കി കഥവ് തുറന്നിട്ടു. കാരണം എന്നെ അമ്മ അന്നേരം എണീക്കും എന്റെ ഒച്ച കേട്ടാലേ. ഞാൻ വീഡിയോ വലിക്കുന്ന ആളല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഉറക്കം കുറവുള്ള ആളാ, ചെവിയും കേൾക്കുകയല്ല. അപ്പൊ ഇത് ഞാൻ ഇറങ്ങുന്ന പുറത്തൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ പോയിട്ട് കഥകെല്ലാം അടച്ച് അമ്മേനെ അവിടെ കടത്തിയിട്ട് ഞാൻ വിളിച്ചില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഡിഷ് എടുത്തിട്ട് മുറുക്ക കൊട്ടിക്കഴിഞ്ഞപ്പോ ഇത് 4 വശത്തേക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും അവിടെ കയറി കടന്നു. 4 മണിയായപ്പോ മുളയ്ക്കശാലി എന്നെ വിളിച്ചു പറയുന്നു, ബാബു ആനയാണ് നിന്റെ പറമ്പിൽ അതാ താഴേക്കുള്ള വാഴ മുഴുവനും കളയുന്നെന്ന്. പുല്ലും ചെയ്യാനും ഇല്ല ഇങ്ങോട്ട് വന്നാല്. ഈ തള്ളയില്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ ചെയ്തിട്ട് പോയേനെ. അതിനെ ഓർത്തിട്ട് ഞാനിവിടെ ക്ഷമിച്ചേക്കും. ഞാൻ 13 വയസ്സിൽ നാട് വിട്ടുപോയിട്ട് എന്റെ ആദ്യം പേടിയൊക്കെ തീർന്നവനാ. ഇനിയിപ്പോ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇനി സെൻട്രൽ ജയിലിലെ ചോറായാലും എനിക്ക് 3 നേരം തിന്നാൻ കിട്ടും. ഇതൊക്കെ വിഷമം കൊണ്ട് പറയുന്നത്. ഇതെല്ലാം ടാങ്കിന്ന് വെള്ളം പിടിച്ച് എന്തോരം നനച്ചതാണെന്നറിയാവോ? ഒരാ വാഴക്കൊലാണ് 2 പാപ്പന് കൊണ്ട് മൂക്കാത്ത വില കൊടുത്തിട്ട് പാപ്പൻ 570 രൂപ തന്നു. ഇവനെല്ലാം ഒറ്റയ്ക്ക് ഭരിക്കുന്ന 10-500 ആളുടെ പണിക്കൂലി അവനെല്ലാം മേടിച്ച് പുട്ടുനിന്നു. ഇവനും തൊടുവിനാനും ജോഷിയൊക്കെ കൂടെ. എന്നിട്ട് പണിക്കാർക്ക് 4 മണിയായപ്പോൾ ഒരു കുപ്പി വെള്ളം കൊടുക്കാണ്ട് വരെ ചൊക്ക ബിരിയാണിയും കൊണ്ടെത്തന്ന് അവന്റെ 32 പല്ലും കാട്ടിയിട്ട് അവൻ പോയി. അവിടെ ഈ തള്ളേനെ കൊണ്ട് വന്നപ്പോ അവന് 100 ന്യായം. അവനോട് ഞാൻ അന്ന് മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ തള്ളേനെ നോക്കാൻ എനിക്കറിയാം നിന്റെ ഒരു കോപ്പും വേണ്ടെന്ന്. ഞാൻ അവിടുന്ന് കയ്യും പിടിച്ചോണ്ട് പോരും. എന്നിട്ട് 2 ലക്ഷം രൂപയ്ക്ക് ആധാരം ഞാൻ മഞ്ഞക്കടൽ രാജേഷിന് പണയം വെച്ചു KSFയിൽ. പലിശ അവനടച്ചോളൂ മുതൽ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ഈ വീട് ഇവിടെ പണിയിച്ച. പിള്ളേര് 10-28-29 വയസ്സായിട്ട് ലോറി ഓടിച്ച് ഒരാൾ ജോലി എടുത്ത് നടപ്പുണ്ട്. 10-95 5 രൂപയും 4 മക്കളെ ആയിട്ട് ഈ നാട്ടിൽ വന്ന 7 മക്കൾക്കും കടപ്പാടമാക്കി വിട്ടു.
നാലിടത്ത് പെണ്ണുങ്ങളെ കെട്ടിച്ചുവിട്ടു. പെങ്ങന്മാര് പറയുന്ന ആങ്ങളമാരില്ല, അവര് നോക്കട്ടെന്ന്. ഞാൻ നന്നായിട്ട് കള്ളു കുടിക്കുമായിരുന്നു. നവംബറിൽ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് അവൻ പിന്നെ ഒരു ദിവസം പൂസായപ്പോൾ എന്നെ പിടിച്ചു കെട്ടി പൂസായിട്ട് കൊണ്ട് പ്രതീക്ഷയെ കൊണ്ടുപോയിട്ടു തലശ്ശേരിയിൽ. 5-6 മാസമായി ഞാൻ അടിക്കാണ്ട് ടൗണിൽ പോകാണ്ട് ഇങ്ങനെ ഇതിനെ നോക്കി നടക്കുന്നത്. ഇതിങ്ങനെ ജീവിക്കാൻ പറ്റിയാണെങ്കിൽ പിന്നെ എന്നാന്ന് ചെയ്യേണ്ടതാണ്. സ്ഥലം ഒരേക്കറും ചില്ലറയുണ്ട്. എന്റെ മകൻ മരുന്നും കഞ്ഞിയും തന്നോണ്ടിരുന്നതാ. എനിക്ക് ഒരാഴ്ച എന്നെ പറഞ്ഞു വിട്ടു പെണ്ണങ്ങളുടെ കൂടെ. പിന്നെ ഞാൻ വരുമ്പോൾ മരിച്ചാ കാണുന്നത്. ഞാനും അതുപോലെ പോകും. ഞങ്ങൾ പേടിച്ചാ ഇവിടെ കിടക്കുന്നത്. എന്റെ മകൻ പാവമായിരുന്നു. ഇവിടെ എന്നും ആനയൊക്കെ വരുമോ? ആനശല്യം ഭയങ്കര അല്ലേ? ചെവി കേൾക്കുകയല്ല. ആനന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ ചിലപ്പോ ആന എന്നും വരുമായിരുന്നു. ആന എപ്പോഴും വരുമായിരുന്നു. ആന വരും. ഈയിടെ 2 ദിവസം വന്നു. ഇവിടെ തന്നെ താമസിക്കാൻ പേടിയുണ്ടോ? എന്നാടാ ഇവിടെ താമസിക്കാൻ പേടിയുണ്ടോന്ന്? പേടിയാ. താമസിക്കാൻ പേടിയാ. എനിക്ക് ഭയങ്കര പേടിയാ. ആന വന്ന ഓടാൻ പോലും പറ്റിയല്ല. ബാബു ഉണ്ടായിരുന്നപ്പോ മിറ്റത്ത് ആന വന്നു നിന്നാലേ ബാബു പെര കയറിക്കളാൻ പറയും. തിന്നാനിറക്കിയല്ലായിരുന്നു. ആന കുഞ്ഞുങ്ങളും തള്ളമാരും എല്ലാം കൂടിയാ വരുന്നത്. കിടക്കാൻ പേടിയാ. നേരം വൈകുമ്പം പേടിയാ. ആ ചേട്ടൻ സംസാരിക്കുന്നതും കേട്ടു. അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മേനെ നമ്മൾ കണ്ടു. അപ്പോൾ ഏതായാലും വളരെ ഒരു കഷ്ടപ്പാടിൽ തന്നെയാണ് ഈ ഒരു വീട്ടുകാരിവിടെ ഉള്ളത്. നമുക്കറിയാം ഈ വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്നതുകൊണ്ട് ഈ മലമ്പ്രദേശത്തിൽ ഒത്തിരി കുന്നും മുകളിലൊക്കെയുള്ള ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും വീടും സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. കാരണം വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും ജീവന് പേടിച്ച് എല്ലാവരും എല്ലാം വിട്ടെറിഞ്ഞ് മിക്കവാറും പേര് പോവുകയാണ്. ഞാനിപ്പോൾ ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആണെങ്കിലും കാട് പിടിച്ച് കിടക്കുന്ന പോലെയാണ് ഈ പ്രദേശമൊക്കെ കിടക്കുന്നത്. എന്നാൽ കാടല്ല താനും. എല്ലാ റബ്ബറും മറ്റ് സാധനങ്ങളൊക്കെ ഉള്ള കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. എല്ലാം പട്ടയമുള്ള ഭൂമിയൊക്കെ തന്നെയാണ്. പക്ഷേ ആരും ഇവിടെ താമസക്കാരില്ല. എല്ലാവരും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ നിവൃത്തിയില്ലാതെ വന്നിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിന് ചുറ്റുമുള്ള മറ്റ് പല വീട്ടുകാരും ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒഴിഞ്ഞു പോയ വീട്ടുകാരുടെ പറമ്പൊക്കെ കാട് ആയി, അല്ലെങ്കിൽ കാടും പ്രദേശമായി. അങ്ങനെ കാടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആനകളും മറ്റ് ജീവികളൊക്കെ വന്ന് ആ പറമ്പിൽ കൂടെയൊക്കെ തമ്പടിക്കാനും അതിന് തൊട്ടടുത്തുള്ള പറമ്പിനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അപ്പം അങ്ങനെ ഈ ഒരു ചേട്ടൻ്റെ പറമ്പിൽ വന്നിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വാഴയും അതുപോലെ തന്നെ മറ്റ് എന്ത് നട്ടാലും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൃഷി നിർത്തി. അദ്ദേഹം വേറെ നിവൃത്തിയില്ലാതെ വന്നു. അദ്ദേഹത്തിന് ഒത്തിരി നഷ്ടങ്ങളും ഒത്തിരി കടവും കാര്യങ്ങളൊക്കെ വന്നു. അദ്ദേഹം അവസാനം അതൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ വന്യമൃഗശല്യം കാരണം ഒരു ആത്മഹത്യയും കൂടെ നമ്മളിപ്പോൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വന്യമൃഗശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടുന്നു എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഇത്. ഇതുപോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുപാടും കാണിക്കാനും കാണാനും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രദേശത്ത് വന്ന് നേരിട്ട് കണ്ട് ഇവിടെ വന്ന് ബോധ്യപ്പെട്ടത്. ചന്ദ്രക്കാമ്പാറ എന്ന് പറയുന്ന ഈ ഒരു ടൗണിലൊക്കെ അതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ടൗണാണ്. ആ ടൗണിൽ പോലും രാത്രിക്കൊക്കെ ആ ടൗണിലൊക്കെ ആന ഇറങ്ങി നടക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആനശല്യം വളരെ രൂക്ഷമാണ്. വനത്തിനോട് ചേർന്നുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. അവരൊഴിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് പറമ്പുകാർക്കാണ് പിന്നീട് ബുദ്ധിമുട്ട് വരിക. കാരണം ആ ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരുടെ പറമ്പ് പിന്നെ കാടായി മാറുകയും അവിടം വരെ മൃഗങ്ങൾ വരികയും സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള പറമ്പുകാർക്കാണ് പിന്നെ ബുദ്ധിമുട്ട് വരിക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പോകും. അതിനൊരു പരിഹാരമില്ല. അപ്പോൾ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന ആൾക്കാർ ഒഴിയണം എന്ന് പറയുന്ന ഒരു നയം ഒരിക്കലും ശരിയല്ല. അതല്ല അതിനൊരു കൃത്യമായ പോംവഴി. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഉള്ള പോംവഴി കണ്ടെത്തുക. അല്ലെങ്കിൽ സോളാർ ഫെൻസിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തി ട്രെഞ്ചൊക്കെ കൃത്യമായിട്ട് കുഴിച്ചിട്ട്
മൃഗങ്ങൾ ഇപ്പുറത്തോട്ട് കിടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. കർഷകർ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. കർഷകരുടെ വിളകൾക്കൊന്നും കൃത്യമായി വരുമാനം കിട്ടുന്നില്ല. ഉള്ളതൊക്കെ ഇങ്ങനെ വന്യമൃഗങ്ങൾ കൊണ്ടുവന്നു. ഒരു സൈഡിൽ വന്യമൃഗങ്ങൾ, മറു സൈഡിൽ വേനലിൻ്റെ അതിരൂക്ഷമായ വേനൽ കാരണം കൃഷികൾ നശിച്ചു പോകുന്നു. ഇത്തരത്തിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് കർഷകർ നേരിടുന്നത്. ഏതായാലും കാട്ടാനയുടെ ശല്യം മൂലം പൊറുതിമുട്ടിയ ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.